എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം. നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന വിഷയം യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി സാറ് കോഴിക്കോടത്തെ സാറ് കയറി. ഓക്കെ, യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കോമൺ ഡിസീസ്, ആളുകൾ മറച്ചു വെച്ച് നടക്കുന്ന ഒരു രോഗമാണ്. മറച്ചു വെച്ച് നടക്കുന്നു. അത് പുറത്ത് പറയാൻ മടിയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുറത്ത് പറയാതിരിക്കുക. മറ്റേത് അതിന്റെ സീരിയസ്നെസ് അറിയില്ലാന്ന് തോന്നുന്നു. യൂറിനറി ഇൻഫെക്ഷന്റെ സീരിയസ്നെസ്സിനെ പറ്റി കാര്യമായി അറിയില്ല. അതൊക്കെയാണെന്ന് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ വിഷയം അതെടുക്കാം. ചെറിയൊരു വിഷയമാണ്, അത് പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാനുണ്ട് എല്ലാവരെയും. അതായത് രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് നിരാശരായി വർഷങ്ങളായി കഴിയുന്ന ഒട്ടനവധി മനുഷ്യര് എന്നെ വിളിക്കുന്നു. കാരണം അവർക്ക് ജീവൻ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി രക്ഷപ്പെടില്ല, അതായത് രോഗത്തിൽ നിന്നും ഇനി കരകയറാനാവില്ല എന്ന് തീർത്തും വിശ്വസിച്ചിരുന്ന മനുഷ്യര്, അവർക്ക് ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ ക്ലാസ്സുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞത്, സാറ് പറയുന്ന ആ സിംറ്റംസ് മുഴുവൻ ഞങ്ങൾക്കുണ്ട്, ഇത് മാറ്റാനായിട്ട് ഞങ്ങൾ പഠിച്ച പണി 18 നടത്തിയതാണ്, ചികിത്സാ സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തതാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾക്കത് മാറിക്കിട്ടിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ തുടരാനൊരു ഒരു കോൺഫിഡൻസ് അവർക്ക് നൽകുന്നു. കാരണം അതിന്റെ റിയൽ റീസൺ ആണ് എന്ന് അവർക്ക് തോന്നുന്നു. ഇതാണ്. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരും കുക്കുംബർ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ പറയുന്നത് എഴുതി വെച്ചിട്ട്, അതായത് ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് കൃത്യമായി ചെയ്യുന്നു. പല ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടുള്ളവർ അതിനോട് കൂടി ചേർക്കുന്നു. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഒരുപാട് ക്ലാസ്സുകളായി കഴിഞ്ഞു നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, ആരോഗ്യ സംബന്ധമായ ഒരുപാട് ക്ലാസ്സുകളായി കഴിഞ്ഞു. ഇതിൽ എല്ലാം കേൾക്കുകയും അവരവരുടെ രോഗത്തിന്റെ അവസ്ഥ, സിംറ്റംസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധി അതിനകത്തുണ്ടാവും. അത് ചെയ്തുകൊള്ളുക. ഓടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഓടി വരണം, ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുക. വരണ്ട, നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് അതിന്റെ ഗുണം എന്താണെന്ന് പറയുക. ഗുണം കിട്ടിയിട്ട് ഭേദമായിട്ട് വേണമെങ്കിൽ വന്നു, അല്ലാതെ വെറുതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓടി വന്നു കഴിഞ്ഞാൽ ഉടനെ രോഗം മാറ്റി പോകാം എന്നുള്ളൊരു ധാരണ വേണ്ട. രോഗം മാറ്റേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അവരവരുടെ രോഗം അവരവരെ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് അതിന്റെ പരിഹാരം കണ്ടെത്തണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ കുറെ മരുന്നുകളൊക്കെ, ചില പാരമ്പര്യ മരുന്നുകളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഈ മരുന്നുകൾ പോലും ഓരോരുത്തരും കഴിക്കുമ്പോൾ അവരവരുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. ഭക്ഷണങ്ങളിൽ കാര്യമായ റിയാക്ഷൻസോ സൈഡ് എഫക്റ്റോ ഒന്നുകളും തന്നെ വരില്ല. അപ്പൊ അങ്ങനെ നോക്കി കഴിക്കുക. നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ആഹാരങ്ങൾ ഒക്കെയാണ് ഇതെല്ലാമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. രോഗം അവരവർ തന്നെ മാറ്റണം. അതൊരു ശപഥം എടുക്കുക. ഞാൻ എൻ്റെ രോഗം മാറ്റിയെടുക്കും എന്ന് ഓരോരുത്തരും ശപഥം ചെയ്ത് അതിന്റെ വഴികൾ ചെയ്യുക. പതുക്കെ ചെയ്തു തുടങ്ങുക. അതിന്റെ അസിഡിറ്റി മാറ്റാനുള്ള വഴികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അസിഡിറ്റിയാണ് 98% രോഗങ്ങളുടെയും കാരണങ്ങളെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അസിഡിറ്റി വരുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അസിഡിറ്റി മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നും കഴിക്കരുതെന്നല്ല നമ്മൾ പറയുക, കഴിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞും കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വളരെ നല്ല ഒരു റെസ്പോൺസ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നു. മനുഷ്യർക്ക്, നിരാശരായിരുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. യൂറിനറി ഇൻഫെക്ഷൻ എങ്ങനെയാണ് അത് അനുഭവപ്പെടുക, എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക? നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് അറിയാൻ പറ്റുക? അത് യൂറിൻ ടെസ്റ്റ് ചെയ്താലാണ് അറിയാൻ പറ്റുക. യൂറിൻ ടെസ്റ്റ് ചെയ്യണം. യൂറിൻ ടെസ്റ്റ് ചെയ്ത്
അതിലെ കാരണങ്ങൾ എന്താണെന്ന് അതിനകത്ത് പറയുക, അതിനകത്തെ കാര്യങ്ങളെല്ലാം എന്താണെന്ന് പറയുക. അതനുസരിച്ചിട്ടാണ് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ. പക്ഷേ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് എന്ത്, അത് ഉണ്ടെങ്കിൽ മാത്രം പോയി യൂറിൻ ടെസ്റ്റ് ചെയ്താൽ മതി, അല്ലാതെ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റൽ അനുഭവപ്പെടുക. മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതാണ്, യൂറിൻ പരിശോധിക്കേണ്ടതാണ്. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെന്ന് തോന്നുക, അതായത് മൂത്രത്തിന് കട്ടി ഉണ്ടായിരിക്കുക, പഴുപ്പ് ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാകുക, ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അത് പരിശോധിക്കുമ്പോൾ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. പരിശോധിക്കുക, പഴുപ്പുണ്ടോ, പസൽസ് പ്ലസ് ഒക്കെ അടിച്ചു വരും. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. മൂത്രത്തിൽ രക്തത്തിന്റെ പാർട്ടിക്കിൾസ് കാണുക. മൂത്രം പരിശോധിക്കുമ്പോൾ രക്തത്തിന്റെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവുക, അത് യൂറിനറി ഇൻഫെക്ഷന്റെ ലക്ഷണമാണ്. ചെറിയ ചെറിയ തരികൾ ഉണ്ടാകുക. മൂത്രത്തിൽ രക്തത്തിന്റെ നിറം കാണുക, നിറം, അതായത് മൂത്രം വെള്ള നിറത്തിന് പകരം ഒരു ചുവന്ന നിറത്തിലേക്ക് ഇരിക്കുക, അതിന് നിറം ഉണ്ടാകുക. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം വരുമ്പോൾ മഞ്ഞ നിറത്തിൽ മൂത്രം പോവുക. അപ്പൊ മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക, ചുവന്ന നിറത്തിൽ പോവുക, ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്, യൂറിനറി ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കണം. ഇനി എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുക, എന്തോ നമ്മളുടെ മൂത്രം പുറത്തേക്ക് പോകുന്നതിൽ എന്തൊക്കെയോ തകരാറ് വന്നിരിക്കുന്നു എന്ന് പറയുക, മനസ്സിലാക്കുക. ഇത് കൂടെ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ, കൂടെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നൽ, പോകുമ്പോൾ അധികം പോകാനില്ലതാണ്. മൂത്രത്തിൽ പോകുമ്പോൾ അധികം പോകാനില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. യൂറിനറി ഇൻഫെക്ഷന്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണണം. കൂടെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, പോയിരിക്കുമ്പോൾ കൂടുതൽ പോകാനില്ലതാണ്. അപ്പൊ അതൊരു യൂറിനറി ഇൻഫെക്ഷന്റെ കാരണമായിട്ട് എടുക്കണം. പിന്നെ മൂത്രത്തിൽ പത കാണുക, അതായത് മൂത്രം ഒഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ ക്ലോസറ്റിനകത്ത് മൂത്രം ഒഴിച്ചാൽ പത ഉണ്ടാവും. ഇതല്ല, പത അവിടെ നിൽക്കും, കട്ടിയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുക. അപ്പൊ അതുകൊണ്ട് മൂത്രത്തിൽ പത കണ്ട ഉടനെ വലിയ രോഗമാണെന്നൊന്നും വിചാരിക്കരുത്. മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ. മൂത്രത്തിൽ പത ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂത്രം ഒഴിക്കുമ്പോൾ. ഞാൻ എപ്പോഴും പറയില്ലേ, ഒരു പൂച്ച മലവിസർജനം നടത്തുമ്പോൾ എങ്ങനെയാണ് വിസർജനം നടത്തുക? പുറത്തു പോയി ഒരു കുഴി കുഴിച്ച് മലവിസർജനം നടത്തി തിരിഞ്ഞ് അത് മണത്തു നോക്കി, അത് കണ്ട് അത് മണത്തു നോക്കിയിട്ട് മണ്ണിട്ട് മൂടും, മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാൻ. അങ്ങനെയാണ് ഒരു പൂച്ച ചെയ്യുക. നമ്മളും നമ്മുടെ മലത്തിന്റെയും മൂത്രത്തിന്റെയും നിറം എന്ത് നിറമാണ്? അത് മഞ്ഞ നിറമാണ്. ഇപ്പൊ മലത്തിന്റെ നിറം മഞ്ഞ നിറമാണ്, മഞ്ഞ നിറമായിരിക്കണം. അത് വെള്ള നിറമാണെങ്കിൽ അത് ലിവറിന് കേടാണെന്ന് മനസ്സിലാക്കണം. കടും കറുപ്പ് നിറമാണെങ്കിൽ അത് ലിവറിന് കേടാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിറം നോക്കണം, മൂത്രത്തിന്റെയും നിറം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒഴിക്കുന്ന സമയത്ത്. അല്ലാതെ അതിന് ഓരോ പ്രാവശ്യവും മൂത്രം ഒഴിക്കുമ്പോൾ പോയി മൂത്രം പരിശോധിക്കാനല്ല. മൂത്രം ഒഴിക്കുക, നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ നിറം ഒന്ന് നോക്കുക. ആ മൂത്രം ഒഴിക്കുമ്പോൾ അതിനകത്ത് പതയുണ്ടോ എന്നുള്ള നോക്കുക. ഇതൊക്കെ ഒരു സാധാരണ ലക്ഷണങ്ങളാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. ഇത് പറയാതെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് മിക്കയിടത്തും കണ്ടിട്ടുള്ളത്. വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ ചില ഒരുപാട് വെള്ളം കുടിക്കുന്നത് കാണാം. എന്താ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വെള്ളം കുടിക്കും. പക്ഷേ വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ ചുടിച്ചിലുണ്ടാകുക, ചുടിച്ചിൽ, നീറ്റൽ അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നത് കൊണ്ട് അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ മാറണമെന്നില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്ക് കൊളസ്ട്രോൾ ഇല്ല, ഇനിയത്തെ കാര്യം, നമുക്ക് കൊളസ്ട്രോൾ ഇല്ല, പക്ഷേ പ്രഷർ ഉണ്ട്. പ്രഷർ പല കാരണങ്ങൾ കൊണ്ട് വരും. ഈ യൂറിനറി ഇൻഫെക്ഷൻ നീണ്ടു നിൽക്കുമ്പോൾ നമുക്കൊരു പ്രഷർ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രഷർ ഹൈ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും.
ചില സമയത്ത് നോക്കിയാൽ പ്രഷർ കാണില്ല, ചില സമയത്ത് നോക്കിയാൽ വളരെ കൂടുതലായിരിക്കും. ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് പ്രഷർ. ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് പ്രഷർ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കൊരു അനുമാനത്തിലെത്താം. എന്താ പ്രഷറുണ്ട്, കാരണം കൊളസ്ട്രോൾ ഇല്ല, സ്റ്റെപ്പ് കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ശാരീരികമായ വേറൊരു പ്രശ്നവും ഇല്ല, പക്ഷെ പ്രഷർ നിൽക്കുന്നു. അങ്ങനെ പ്രഷർ നിൽക്കുന്നു എങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായ റീനൽ സംബന്ധമായിട്ടുള്ള ഒരു പ്രഷറാണെന്ന് നമ്മൾ നിഗമനത്തിലെത്തുകയും യൂറിൻ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുകയും പ്രഷറിന് മരുന്ന് കഴിക്കണം. അതിന് ഇത് അപകടകാരിയായ ഒരു പ്രഷറും കൂടിയാണ്. കാരണം ഇത്തരം പ്രഷർ, ഹൈ ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടാക്കുന്ന പ്രഷറാണ് സാധാരണഗതിയിൽ സ്ട്രോക്ക് ഉണ്ടാക്കുക. സെറിബ്രൽ ത്രോംബോസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാക്കുകയും പാരലൈസ് ചെയ്യുകയും വർത്തമാനം പറയാതെ വരികയും കിടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രഷറാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടാൽ യൂറിനറി ഇൻഫെക്ഷൻ നോക്കുകയും വേണ്ടി വന്നാൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഒപ്പീനിയൻ വാങ്ങുകയും ചെയ്യണം. സാധാരണഗതിയിൽ ഇതിന് നമ്മൾ മരുന്ന് യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ഒരു ഡോക്ടർക്ക് ചെന്നാൽ ആന്റിബയോട്ടിക് ആണ് തരിക. ആന്റിബയോട്ടിക് കൊടുത്ത് ഒരു ഡോസ് ഉണ്ട്, 7 ദിവസം 5 ദിവസം ചിലപ്പോൾ നീണ്ടു തരും, അത് കുറയും. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞാൽ വീണ്ടും അതിശക്തമായി തിരിച്ചു വരും. ആന്റിബയോട്ടിക് കൊണ്ട് യൂറിനറി ഇൻഫെക്ഷനെ പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് കരുതണ്ട, സപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ അധികം താമസിയാതെ അത് ശക്തമായിട്ട് വരും. അതുകൊണ്ട് ആന്റിബയോട്ടിക് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഇതിന് വേണ്ട എന്താണ് ഇതിന്റെ കാരണം, യൂറിനറി ഇൻഫെക്ഷന്റെ കാരണം എന്താണ്, അത് ഇങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരീരത്തിനുള്ളിലെ മാലിന്യം വെള്ളത്തിൽ ലയിച്ചേ വെളിയിൽ പോകൂ എന്ന് എല്ലാവരും അറിയണം. വെള്ളം കുടിക്കണമെന്ന് സാരം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ആവശ്യത്തിൽ കൂടുതൽ കുടിക്കുകയും ചെയ്യരുത്. അതായത് ഒരു വെള്ളം കുടി സാധാരണ 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ഒരു ദിവസം 8-10 ഗ്ലാസ് വെള്ളം. സാധാരണഗതിയിൽ ചിലർ പറയും എനിക്ക് ദാഹമില്ല, പിന്നെ ഞാൻ എന്തിനാണ് വെള്ളം കുടിക്കുന്നത്. ശരീരത്തിനുള്ളിലെത്തുന്ന മാലിന്യങ്ങളെ വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് കളയാൻ പറ്റൂ. അപ്പൊ വെള്ളം കുടിക്കാതിരുന്നാൽ എന്താണ് പറ്റുക, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. അതില് ലിവർ മാലിന്യങ്ങളെ നിർവീര്യമാക്കുന്ന ആളാണ്. ലിവർ എന്ന് പറയുന്നത് വിഷങ്ങളെയും നമ്മുടെ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ ശരീരത്തിനുള്ളിലെത്തുന്ന വിഷങ്ങളെയും മാലിന്യങ്ങളെയും നിർവീര്യമാക്കേണ്ട ആള് ലിവറാണ്. ഇത് പുറന്തള്ളേണ്ട ആള് കിഡ്നിയുമാണ്. ഇത് രണ്ടുപേരും അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു ലിവർ പേഷ്യന്റ് വന്നാൽ നമ്മൾ കിഡ്നിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. ഒരു കിഡ്നി പേഷ്യന്റ് വന്നാൽ ലിവറിനും നല്ല സപ്പോർട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്ത് നിരന്തരം സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങളാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ എങ്ങനെയായാലും കീടനാശിനിയുടെ അംശം ഉള്ളിൽ ചെല്ലുന്നുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ചെല്ലുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും ചെല്ലുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ചെല്ലുന്നുണ്ട്, ശരീരത്തിന് ഉള്ളിലല്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തപ്പെടുന്നുണ്ട്. ഇതിനെ നിർവീര്യമാക്കേണ്ടത് ലിവറാണ്, ഇതിനെ പുറന്തള്ളേണ്ടത് കിഡ്നിയാണ്. ഇതിന് വെള്ളം കിട്ടിയേ പറ്റൂ. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇത് കിഡ്നിയിൽ കെട്ടിക്കിടക്കും മാലിന്യങ്ങൾ. അതാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണം ശരീരത്തിനുള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളാണ്, വെളിയിൽ പോകാതെ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങൾ. ഇത് എന്തുകൊണ്ടിന് ഇൻഫെക്ഷൻ വന്നിട്ട് അത് പുറത്ത് കളയാനാണ് നോക്കുക. ഇപ്പൊ ഒരു മുള്ള് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ മുള്ള് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ മുള്ള് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ ശരീരം ഉണ്ടാക്കും. അങ്ങനെ അത് വെളിയിൽ കളയും. അതേപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നാൽ അത് വെളിയിൽ കളയാനായിട്ട് ഒരു ഇൻഫെക്ഷൻ വരും. അത് ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെ എത്തുന്ന മാലിന്യങ്ങൾ ഇനി ലിവറിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവ കൂടി ചിലപ്പോൾ കിഡ്നിയുടെ കീഴിലോട്ട് തള്ളിവിടും. കാരണം ലിവറിന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് മാലിന്യങ്ങൾ ഇപ്പോൾ നമ്മൾ കെമിക്കൽ മാലിന്യങ്ങൾ നമ്മൾ ശരീരത്തിൽ എത്തപ്പെടുന്നുണ്ട്. അത് വെളിയിൽ കളയാനായിട്ട്
അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് റീസൺ. സാധാരണ ഇതിൽ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് വരുന്ന കുട്ടികളെ കൊണ്ട് അമ്മമാര് വരാറുണ്ട്. ഈ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ, വീട്ടിൽ നിന്നും പോകുന്ന കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. കാരണം യാത്രയിൽ മൂത്രമൊഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായാൽ അതിനൊരു ഭയം. സ്കൂളിൽ കോളേജിലെ യൂറിൻ ഷെഡിന്റെ വൃത്തികേട്, മൂത്രമൊഴിക്കാൻ അനുയോജ്യമല്ലാത്ത ഒരിടം, വൃത്തിയില്ലാത്ത ഒരിടം, അവിടെ പോകാനുള്ള മടി, ഇതെല്ലാം കാരണം ഇവർ വെള്ളം കുടിയൊന്നും കുറയ്ക്കും. തീർത്തും വെള്ളം കുടിക്കാത്ത ഒരുപാട് കുട്ടികളെ പ്രശ്നമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അടുക്കൽ. അപ്പൊ ഞാൻ അവരുടെയൊക്കെ പറയുന്നത്, നിങ്ങൾ സ്കൂളിൽ പോകണം. അമ്മമാരെടുക്കൽ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഏതോ ഒരു സ്കൂളിൽ ഒരമ്മയെ ഞാൻ പറഞ്ഞു വിട്ടു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയി. ആ കുട്ടി ജന്മം ചെയ്താൽ വെള്ളം കുടിക്കില്ല. കാരണം ഇതാ പറയണത്, സ്കൂളിൽ ചെന്നാൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഇല്ല, വൃത്തികേടാണ്, എങ്ങനെയാണ് വെള്ളം കുടിക്കുക? അതുകൊണ്ട് കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു, കൂടെ അവർ ആന്റിബയോട്ടിക് കഴിച്ചു, ഒരുപാട് രക്ഷയില്ലാതിട്ടാണ് എന്നെ സമീപിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതിന്റെ സൊല്യൂഷൻ യൂറിൻ ഷെഡ്, സ്കൂൾ കോളേജുകളിലെ യൂറിൻ ഷെഡ് ശരിയാകുക എന്നുള്ളതാണ്. അവർ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിയാവണം. അത് ശരിയാക്കാതെ എങ്ങനെ കാര്യം നേരെയാക്കാൻ പറ്റുക? അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല? അവരുടെ യൂറിൻ ഷെഡുകൾ വൃത്തികേടാണെങ്കിൽ ഒരു മടിയും ഒരച്ഛനമ്മയും ആരും വയ്ക്കരുത്. നേരെ സ്കൂളിൽ പോയി അവിടെ പോയി വഴക്കിടാനല്ല, അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. യൂറിനറി ഇൻഫെക്ഷൻ കുട്ടികൾക്ക് കൂടെ വരുന്നു. അവർ വെള്ളം കുടിക്കാഞ്ഞിട്ടാണ്. വെള്ളം കുടിക്കാത്തതിന്റെ കാര്യം ഈ യൂറിൻ ഷെഡ് ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അത് തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനിലെ, പേരൻസിന്റെ അസോസിയേഷനിലെ അവിടെ ആ വിഷയം കൊണ്ടുവരണം. എല്ലാ പേരൻസും കൂടി പോയി അവരുടെ യൂറിൻ ഷെഡുകൾ പരിശോധിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള പല കേസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒറ്റയ്ക്ക് ചെന്ന് ഒരു കൊച്ചിന്റെ വീട്ടുകാർ ചെന്ന് പരാതി പറഞ്ഞാൽ ആ കൊച്ചിനോട് ടീച്ചേഴ്സും ആ സ്കൂൾ മാനേജ്മെന്റും ചിലപ്പോൾ പ്രതികാരം തീർക്കും. ഇതൊരു കൂട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. അത് യൂറിനറി ഇൻഫെക്ഷൻ മരണോ വേണ്ടെന്ന് നോക്കേണ്ട കാര്യമില്ല. യൂറിൻ ഷെഡ് എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കുക. അതൊരു നമ്മളുടെ അസോസിയേഷന്റെ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് എടുക്കുകയും ചെയ്യണം. കാരണം ഇത് ലോങ് ആയിട്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് നടന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, പ്രഷർ സ്ട്രോക്ക് ഉണ്ടാക്കി മനുഷ്യനെ തളർത്തിക്കളയുന്ന സെറിബ്രൽ സ്ട്രോക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് നടന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കും കുറെ നാൾ കഴിഞ്ഞ്. കിഡ്നിയിൽ ഇത് ബാധമാകാമാണ്. അപ്പൊ ഇത് കൊണ്ടു നടക്കാനുള്ളതല്ല, ഇത് മാറ്റിയെടുക്കേണ്ട ഒരു സാധനമാണ്. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പൊതുവായ ഒരു കാര്യം, മൂത്രമൊഴിക്കാനുള്ള സൗകര്യക്കുറവ്. നമുക്ക് ഏത് യാത്ര ചെയ്യുമ്പോഴൊന്നല്ലേ പൊതുവായ ഒരു യൂറിൻ ഷെഡ് നല്ലത്? ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ്. അപ്പൊ ചിലയിടത്ത് ചെല്ലിയിടങ്ങി വഴക്കിട്ട് കാശ് മേടിക്കും. അതായത് പേശി കാശ് മേടിക്കും. 3 രൂപ കൊടുത്താൽ പറയും ഇവിടെ ഇപ്പൊ 4 രൂപയാണ്. തിരുവല്ലയിൽ ഒരു ചെന്നപ്പോഴത്തേക്ക് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഇവിടെ 2 രൂപയായിരുന്നല്ലോ, അത് പണ്ട്, ഇപ്പൊ മൂത്രം ഒഴിക്കണമെങ്കിൽ 4 രൂപ വേണം. അപ്പൊ ഇതുപോലെ പേശി കാശ് മേടിക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട്. അവിടെയും വൃത്തികേടാണ്. അപ്പൊ ഇത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഇതിനെ മാറ്റിയെടുക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ വെള്ളം കുടിക്കുക അതിപ്രധാനമാണ്. ഒരു 8-10 ഗ്ലാസ് വെള്ളം കുടിക്കണം. ആ വെള്ളം നമ്മൾ പറയുന്ന പോലെ പൂവരശിന്റെ ഇല 4 എണ്ണം 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് ഒരാള് ഒരു ദിവസം കുടിച്ചിരിക്കണം. ഇത് കുറിച്ച് വെച്ചോണം. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, അല്ലാതെ ഇത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. എന്നോട് എൻ്റെ അടുക്ക വന്ന് എഴുതി മേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും കുടിക്കേണ്ട കുടിവെള്ളം, അതായത് ദാഹശമനിക്ക് പകരം പൂവരശ് അല്ലെങ്കിൽ ശീലാന്തി എന്ന് പറയുന്ന മരത്തിന്റെ ഇല 4 ഇല 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് എല്ലാവരും കുടിക്കണം. കാരണം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാലിന്യങ്ങളും വിഷങ്ങളും എല്ലാവരുടെ ഉള്ളിലും എത്തുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ലിവറ്, കരള് കേടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇലയാണ് ഈ ശീലാന്തി അല്ലെങ്കിൽ പൂവരശ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നത് ഇതിന്റെ ഇലയിലായിരുന്നു. ഇടിയപ്പം, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയിരുന്നത് പണ്ടുള്ള അമ്മൂമ്മമാരുണ്ടാക്കിയിരുന്നത് ഇതിന്റെ ഇലയിലാണ്. കാരണം അതിന്റെ ഔഷധ മൂല്യം അന്നത്തെ വീട്ടമ്മമാർക്ക് അറിയാമായിരുന്നു. അവരതുകൊണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു കുടിവെള്ളത്തിന് ദാഹശമനി എന്ന പേരിൽ ഒരു ദാഹശമനിയുമായി, ഒരു കോമൺ ദാഹശമനിയായി എല്ലാവരും ഉപയോഗിക്കേണ്ട ഒന്നാണ് 8-10 ഗ്ലാസ് വെള്ളം കുടിക്കണം, അതിനകത്ത് പൂവരശിന്റെ ഇല ഇടുക എന്നുള്ളത്. ഇനി നമ്മൾ അസിഡിറ്റിക്ക് വേണ്ടി, അസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും നിത്യം കുക്കുംബർ ജ്യൂസ് കുടിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് 98% രോഗങ്ങളും അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് നമ്മളുടെ ശരീരത്തിലെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അസിഡിറ്റി മാറ്റാതെ ഒരു രോഗവും മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ കുടിക്കേണ്ട ഒരു കുടിവെള്ളം രാവിലെ പറഞ്ഞിട്ടുണ്ട്. കുക്കുംബറിന്റെ ഫ്രഷ് ജ്യൂസ്, സലാഡ് കുക്കുംബർ ഫ്രഷ് ജ്യൂസ്. ആ ഫ്രഷ് ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ്, വൈകുന്നേരം 6 മണിക്ക് 1 ഗ്ലാസ്, കിടക്കുന്നതിന് മുമ്പ് ഒരു അര കുക്കുംബറെങ്കിലും കടിച്ചുകൂടി തിന്നുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ അസിഡിറ്റിയെ നിർവീര്യമാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ആ അസിഡിറ്റി വേണ്ടി കുടിക്കുന്ന കുക്കുംബർ, അതിനകത്ത് വെള്ളം ചേർക്കരുത്, അതിനകത്ത് ഉപ്പ് ചേർക്കരുത്, നാരങ്ങ പിഴിയരുത്, ഒന്നും ചെയ്യരുത്. ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ജ്യൂസ് ആണ്. അപ്പൊ ഫ്രഷ് ജ്യൂസ് എടുക്കാനുള്ള ജ്യൂസർ ഇല്ലാത്തവർ തൊലി ചെത്തിക്കളഞ്ഞ് അരിഞ്ഞ് മിക്സിയിലിട്ടടിച്ച് തുണിയിൽ പിഴിഞ്ഞ് ആ വെള്ളം മാത്രം എടുത്താൽ മതി. വെള്ളം മാത്രമേ കൊടുക്കാവൂ, പിള്ളേരെല്ലാം കുടിക്കില്ല. അപ്പൊ വെള്ളം മാത്രം എടുക്കുക. ഇങ്ങനെ കുടിക്കുന്ന കുക്കുംബർ ജ്യൂസില് ഒരു 10-20 ചെറുപൂള ഇല അരച്ച് ചേർക്കണം. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ ചെയ്യേണ്ട ഒരു ജോലിയാണ്. രാവിലത്തെ കുക്കുംബർ ജ്യൂസിനകത്തും വൈകുന്നേരം 6 മണിക്കത്തെ കുക്കുംബർ ജ്യൂസിനകത്തും 15-20 ഇല, ചെറുപൂള അല്ലെങ്കിൽ ചെറുപൂള എന്ന് പറയുന്ന ഔഷധ സസ്യത്തിന്റെ ദശപുഷ്പത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് ചെറുപൂള. അതായത് ഹിന്ദുക്കള് ബലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറു സസ്യമാണ്. അതിന്റെ കവളിൽ ഒരു വെള്ളപ്പൂ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട്ടോണം, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചോണം. അതിന്റെ ഇല ഒരു 15 മുതൽ 20 വരെ എടുക്കാം. 15-20 ഇല എടുത്തിട്ട് ചെറുതാണെങ്കിൽ, ചെറിയ ഇലയുണ്ട്, ഒരുമാതിരി വലിയ ഇലയുണ്ട്. ചെറുതാണെങ്കിൽ 20 ഇല തന്നെ എടുക്കുക, ഇച്ചിരി വലുതാണെങ്കിൽ 15 ഇല എടുക്കുക. ഇത് അരച്ച് കുക്കുംബർ ജ്യൂസിനകത്ത് കലക്കി രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും കുടിക്കുക. ഇതൊരു മെത്തേഡാണ്, യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാനുള്ള മെത്തേഡാണ്. രണ്ടാമത്തത് റാഡിഷ് എന്ന് പറയുന്ന സാധനം, മുള്ളങ്കി. കാരറ്റ് പോലെ തന്നെ വെളുത്തിരിക്കുന്ന, കാരറ്റ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത് വെള്ളയുണ്ട്, പിങ്കുമുണ്ട്. ഇത് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും തന്നെ അത് പച്ചയ്ക്ക് നേരിട്ട് കടിച്ചു തിന്നണ കാണാം. അവിടെ കിളുന്ന് കിട്ടും, പക്ഷെ നമുക്കിവിടെ കിളുന്ന് കിട്ടില്ല, മൂത്തതേ കിട്ടൂ. അത് നേരിട്ട് കടിച്ചു തിന്നാൻ പറ്റില്ല. കാരണം കടിച്ചു തിന്നാൽ അതിനൊരു കുത്തലുണ്ട്, ഒരു കുത്തലുള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വേവിക്കാതെ തന്നെ പച്ചയ്ക്ക് കഴിക്കുകയും വേണം. റാഡിഷ് വാങ്ങിയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോഴുണ്ട്, പച്ചക്കറി കടകളിലുണ്ട്. അല്ലെങ്കിൽ കൊങ്ങണിമാര് കൂടുതലായി താമസിക്കുന്ന ഏരിയയിലെ പച്ചക്കറി കടകളിൽ ഇതും വരും. കാരണം എല്ലാ പച്ചക്കറി കടയിലും ഇത് വാങ്ങാത്തത് കൊണ്ട് അവർ വരത്തില്ല. എന്നാൽ ഇത് നിരന്തരം വാങ്ങുന്ന മനുഷ്യർ താമസിക്കുന്ന ഏരിയയിലെ പച്ചക്കറി കടകളിൽ ഇത് നിരന്തരം ഉണ്ടാവും. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ റാഡിഷ് ഇഞ്ചിക്കറിക്ക് ഇഞ്ചി അരിയുന്നത് പോലെ കുനുകുനാന്ന് അരിയുക. 1 കപ്പ് അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഒരല്പം തൈര്, പുളിയില്ലാത്ത തൈര് ചേർക്കുക, കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുക, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടുക. വേണ്ടി വന്നാൽ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുത്തലില്ലാത്ത ഒരു റാഡിഷ് പച്ചടി 1 കപ്പ് കിട്ടും നമുക്ക്. ഇത് ചോറിനോടൊപ്പം കറിയായിട്ട് കഴിക്കുക.
എങ്ങനെയെങ്കിലും ഇതകത്ത് ചെല്ലുക. അതായത് ഈ ചെറുളയും റാഡിഷും വളരെ വണ്ടർഫുൾ ആയിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. 18 വർഷം വരെ കൊണ്ട് നടന്നിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ